ഹായ് ഫ്രണ്ട്സ്, +1 ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഫ്രം എമോങ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ. Fundamental quantities are physical quantities that are independent of other quantities and cannot be defined in terms of anything simpler. In the International System of Units, there are 7 fundamental quantities. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, ലുമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇത്രയുമാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ. The principle of homogeneity of dimension states that in any valid physical equation, the dimensional formula of each term on both sides of the equation must be identical. Only physical quantities with the same dimensions can be added, subtracted or equated. അതായത് ഫിസിക്സിലെ ഒരു ഇക്വേഷൻ വാലിഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ. അതായത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും. ഒരേ ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ തമ്മിൽ ആഡ് ചെയ്യാനും അതുപോലെ സബ്ട്രാക്ട് ചെയ്യാനോ ഇക്വേറ്റ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിംഗ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് ദറ്റ് ഓസിലേറ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob m, and acceleration due to gravity g. Derive the expression for its time period using method of dimensions. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡ് ഓഫ് ഓസിലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലെങ്ത്ത്, മാസ് ഓഫ് ദി ബോബ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ നമുക്ക് എഴുതാം T പ്രപ്പോർഷണൽ ടു m raised to a, l raised to b and g raised to c. So dimension of T proportional to dimension of m raised to a, dimension of l raised to b and dimension of l raised to c, t raised to minus 2c. ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ ഡയമെൻഷൻ m raised to 0, l raised to 0, t എന്ന് എഴുതാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ m raised to a, l raised to b plus c, t raised to minus 2c എന്ന് വരും. മാസ്, ലെങ്ത്, ടൈം ഇവയുടെ പവേഴ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ a is equal to 0 എന്ന് വരും, b equal to half and c is equal to minus half. So time period of simple pendulum T proportional to l raised to half and g raised to minus half. So T is equal to k into root of L by G.